ഇവിടെ സുരേഷ് ഗോപി ഇപ്പോൾ താമസമുണ്ടോ? ഇപ്പം ഇല്ല, ഇവിടെ വേറെ വീട്ടുകാരെ താമസിക്കുന്നത്. അവർ കുടുംബക്കാരും മറ്റവരാരെങ്കിലും കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നോ ഇലക്ഷന് ശേഷം? അവർ ഇടയ്ക്ക് വന്ന് പോയായിരുന്നു, പിന്നെ കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് വന്ന് പോകാറുണ്ട്. ആദ്യമേ ഉള്ളതാണ് കുറേ കാലങ്ങളായിട്ടുള്ള. ഇപ്പം അവരിവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഇപ്പോൾ വേറൊരു വീട്ടുകാരെ താമസിക്കുന്നത്. ഇതാണ് സ്ഥിതി. അവർ പോയി കഴിഞ്ഞു. ഇതുപോലെ പ്രധാനമായും ഈ പ്രതിപക്ഷം, അതായത് ഈ ഇടതുപക്ഷവും കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ മണ്ഡലത്തിൽ വ്യാപകമായി പല വീടുകളിലും താൽക്കാലികമായി ആളെ കൊണ്ടുവരികയും ചേർക്കുകയും ചെയ്തു. അവരൊക്കെ തന്നെ ഇലക്ഷന് വോട്ട് ചെയ്തതിന് ശേഷം മടങ്ങിപ്പോയിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാജ അഡ്രസ്സുകളിലും വ്യാജ പേരുകളിലൊക്കെ ചേർത്തിട്ടുണ്ടെന്നാണ് ആരോപണമുള്ളത്. പലരും ഏതാണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമായിട്ട് ഏതാണ്ട് 9,000 പേരും, ലോക്സഭാ മണ്ഡലത്തിൽ മൊത്തം 28,000-ലധികം വോട്ടുകളും ഇത്തരത്തിൽ ചേർക്കപ്പെട്ടു എന്നൊക്കെ തന്നെയാണ് ആരോപിക്കുന്നത്. ഈ ആരോപണം സുനിൽകുമാറും വലിയ രീതിയിൽ നേരത്തെ ഉന്നയിച്ചതാണ്. സുനിൽകുമാർ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം എന്ന് പറയുന്നത്, നേരത്തെ ഏതാണ്ട് 3 പരാതികളോളം വരണാധികാരിയായിരുന്ന ജില്ലാ കളക്ടർ കൃഷ്ണതേജയ്ക്ക് അന്ന് നൽകിയിരുന്നു. അതിലെന്ത് നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്? തങ്ങളുടെ പരാതി ചീഫ് ഇലക്ഷൻ ഓഫീസർക്ക് പോയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളിൽ ഭരണകൂടം വ്യക്തത വരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന് മറുപടിയൊക്കെ നൽകിയതാണെങ്കിലും തൻ്റെ കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റുണ്ടെങ്കിൽ തനിക്കെതിരെ നടപടിയുമായി മുന്നോട്ട് വന്നോട്ടെ എന്ന് പറയുകയാണ്. എന്തായാലും വിഷയം തൃശ്ശൂരിൽ ആൾ കത്തുന്നുണ്ട്. ഇനിയും കൂടുതൽ പ്രതിഷേധ പരിപാടികൾക്ക് കോൺഗ്രസും ഇടതുപക്ഷവും ഒരുങ്ങുന്നുണ്ട്. വോട്ടർ പട്ടിക നേരിട്ട് പരിശോധിക്കാനാണ് ഇവർ തയ്യാറെടുക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ എന്നിവർ ആരോപിക്കുന്ന സംഭവങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെയും സ്വാധീനിക്കാൻ സാധ്യതകളുണ്ട്. വോട്ടർ പട്ടിക പരിശോധിക്കും, കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് ഇരു പാർട്ടികളും പറയുന്നുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ ഈ വിഷയം നീർ നിൽക്കുകയാണ്. CPI ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ ഇന്ന് ജില്ലയിലുണ്ട്. ഇവരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ എന്താണ് പ്രതികരണം നടത്തുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഈ വിഷയം കത്തി നിൽക്കുന്നു. തൃശ്ശൂരിലാകെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വലിയ ചർച്ചാ വിഷയമാവുന്നു. കള്ള വോട്ടർമാരുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെ, ആര് ചേർത്തു, എന്താണ് ഇതിലുള്ള നടപടി തുടങ്ങിയ കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ കാണേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്.